Hey all, welcome to Rise Up Daily Answer Writing Club. Today is the day 15 of our daily answer writing. ഇന്ന് ഒരു GS1 question ആണ്, ഹിസ്റ്ററി question ആണ്. And the question is, bring about the socio-economic challenges, effects, bring about the socio-economic effects of introduction of railways in different countries of the world. World history question ആണ്. 2023 UPSC ചോദിച്ചിട്ടുള്ളൊരു question ആണ്. So 10 mark question ആണ്. ഇത് നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം? ഇൻട്രോ കൊടുക്കാം, ദെൻ സോഷ്യൽ എഫക്റ്റ്, ഇക്കണോമിക് എഫക്റ്റ് അല്ലേ? ഇതിൽ രണ്ടിലും എന്തുണ്ട്? പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. സോ ഇത് എല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോർഷൻ എക്സാമ്പിൾസ് കൊടുത്തിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഞാൻ ഇന്ത്യയുടെ എഫക്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതൊന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മാത്രം മതി. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. ആൻഡ് ദ ഇൻട്രൊഡക്ഷൻസ്: Railways act as a powerful engine of global socio-economic change, transforming trade, mobility and settlement by shrinking distances and lowering costs. While integrating markets and accelerating industrialization, their impact varied significantly depending on the context. Indigenous development or colonial extraction. എന്താണ് പറയുന്നത്? റെയിൽവേ എക്സ്ട്രാക്ഷൻ നമ്മുടെ കോസ്റ്റ് ഓഫ് ട്രാവലും ഡിസ്റ്റൻസും കുറച്ചു. ദെർബൈ ഇറ്റ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ് ആൻഡ് ആക്സിലറേറ്റഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ആൻഡ് ദിസ് ഇമ്പാക്റ്റഡ് ഇൻഡിജിനിയസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ കൊളോണിയൽ എക്സ്ട്രാക്ഷൻ. ചിലയിടത്ത് ഇൻഡിജിനിയസ് ഡെവലപ്മെൻ്റ് ആണ്, ചിലയിടത്ത് എന്താണ് അത് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനാണ് വഴിവെച്ചിട്ടുള്ളത്. ആൻഡ് ദ അതർ ഇൻട്രോസ്: ദ 19th century steam engine enabled railway, revolutionizing travel like USA coast to coast travel, reduced from months to 2 days. എന്താണ് USA അതായത് സ്റ്റീം എൻജിൻ്റെ സ്റ്റീം എൻജിൻ യൂസ് ചെയ്തിട്ടുള്ള റെയിൽവേസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്? USA പോലെയുള്ള കൺട്രീസിൻ്റെ കോസ്റ്റ് ടു കോസ്റ്റ് ട്രാവലിൻ്റെ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? ടൈമും കോസ്റ്റും കുറച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മന്ത്സ് എടുത്തിരുന്ന ആ ട്രാവലിങ് ഡേയ്സ് തീർക്കാൻ പറ്റുന്നൊരു ഇതിലേക്ക് വന്നു. അതായത് മന്ത്സ് മാസങ്ങളോളം ഉപയോഗിച്ചുകൊണ്ട് US-ൻ്റെ ഒരു കോസ്റ്റ് മുതൽ മറ്റൊരു കോസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തിരുന്നിടത്ത് വിത്തിൻ ഡേയ്സ് ദേ ക്യാൻ ട്രാവൽ ഫ്രം വൺ കോസ്റ്റ് ടു അനദർ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? മാസ് മൈഗ്രേഷൻ ആൻഡ് ട്രേഡ്. എല്ലായിടത്തും ഇതിങ്ങനെ മാസ് മൈഗ്രേഷൻ ആൻഡ് ട്രേഡ് ഇങ്ങനെ തന്നെയല്ല. ചിലയിടത്ത് അതെന്താണ്? ഇൻഡസ്ട്രിയലൈസേഷനും ലൈക്ക് USSR, ബ്രിട്ടൻ ആൻഡ് എനേബിങ് കൊളോണിയൽ റിസോഴ്സ് ഡ്രെയിൻ ലൈക്ക് ഇന്ത്യ. ഓക്കെ, ഇങ്ങനൊരു ഇൻട്രോ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ എഫക്റ്റിൻ്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ ഫസ്റ്റ് സോഷ്യൽ എഫക്ട്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഇസ് മാസ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് എനേബിൾ ലാർജ് സ്കെയിൽ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. Example: US transcontinental rail load accelerated westward movement, displacing Native American while bringing European and Asian immigrants. എന്ത് പറ്റി? ട്രാൻസ്കോണ്ടിനെൻ്റൽ റെയിൽ റോഡ് വെസ്റ്റ്വാർഡ് സെറ്റിൽമെൻറ്റ്, വെസ്റ്റിലേക്കും സെറ്റിൽമെൻറ്റ് കൂട്ടി. കാരണം ആ ഒരു മൊത്തത്തിൽ എന്ത് തന്നു? ആളുകൾ സെറ്റിലാവാൻ തുടങ്ങി റാദർ ദാൻ ഈസ്റ്റ് കോസ്റ്റ്. ഓക്കെ, ദെൻ അതിനൊരു നെഗറ്റീവാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, ലാൻഡ് അലിനേഷൻ. US-ലെ തന്നെ കാര്യമാണ്. എന്താണ്? അവിടുത്തെ നേറ്റീവ് പീപ്പിളിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് കൂടുതലും യൂറോപ്യൻ പീപ്പിൾ അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ലൈക്ക് ആൻഡ് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എവിക്റ്റഡ് ഫ്രം ട്രാക്സ് ഓഫ് സെൻട്രൽ ഇന്ത്യ. ദെൻ അടുത്ത പോയിൻ്റാണ് അർബനൈസേഷൻ ആൻഡ് ഗ്രോത്ത്. എന്താണ്? അർബൻ സെറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി അലോങ് റെയിൽ റോഡ്സ്. എക്സാമ്പിൾ: ചിക്കാഗോ grew from small town to major hub due to railway connections. ഇതേ അർബൻ സെൻറ്റേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റേഷ്യൽ ആൻഡ് സോഷ്യൽ ഹൈറാർക്കീസ്, ക്ലാസ് ഡിവിഷൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ: കെനിയ ഉഗാണ്ട റെയിൽവേ എൻഫോഴ്സ് യൂറോപ്യൻസ് ഓൺലി കമ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ്, എൻട്രഞ്ചിങ് റേഷ്യൽ ഡിവൈഡ്സ്. ലൈക്ക് നമ്മുടെ ഗാന്ധിയുടെ ട്രെയിൻ ട്രാവലിൻ്റെ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈവൻ ഇഫ് ഹി ഹാസ് എ ഹൈ ടിക്കറ്റ്, എന്ത് പറ്റി? കളറ് കാരണം
ഗാന്ധിനെ എന്താണ് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോട്ട് ചെയ്യാം. ദെൻ സോഷ്യൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റി. ഐസൊലേറ്റഡ് റീജിയൻസ് കണക്ട് ചെയ്തിട്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ ഫോസ്റ്റർ ചെയ്തു. ഓക്കെ, എക്സാമ്പിൾ റെയിൽവേസ് ഇൻ ജപ്പാൻ പോസ്റ്റ് മേജി ഡിക്ലറേഷൻ റിസ്റ്റോറേഷൻ സെൻട്രൽ കൺട്രോൾ ആൻഡ് മോഡേൺ നാഷണൽ ഐഡൻറ്റിറ്റി ഇമ്പ്രൂവ് ചെയ്തു. മേജി ഡിക്ലറേഷനൊക്കെ നോക്കി വെക്കുക. എന്താണ് ജപ്പാൻ്റെ ഒരു കൊളോണിയലിസത്തിൻ്റെ ഐഡിയ ആണ്, അതൊക്കെ എന്താണ് എന്നതൊക്കെ നോക്കി വെക്കുക. ദെൻ ഡിസ്ട്രപ്ഷൻ ഓഫ് ട്രഡീഷണൽ ലൈവ്ലിഹുഡ്. റെയിൽവേ ഡിസ്ട്രോയ്ഡ് ലോക്കൽ എക്കോണമീസ് ആൻഡ് എക്കോളജിക്കൽ റിസോഴ്സസ്. ഒരുപാട് കാടും മലയൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, റെയിൽവേ വന്നിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് പാസഞ്ചേഴ്സ് ലൈക്ക് മസായി കമ്മ്യൂണിറ്റി ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ലോസ് ഗ്രേസിംഗ് ലാൻഡ്. അതേപോലെ തന്നെ ആരാണ്, ഇന്ത്യൻ ആർട്ടിസൻസ് ലൈക്ക് വീവേഴ്സ് റൂയിൻഡ് ബൈ ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് വിയ റെയിൽ. ഓക്കെ, ദെൻ ലേബർ മൊബിലിറ്റി ആൻഡ് ന്യൂ സോഷ്യൽ ക്ലാസ്സസ് വന്നു. ലേബേഴ്സിന് എന്ത് ചെയ്തു, മൂവ്മെൻറ്റ് ഓഫ് ലേബർ ഫ്രം ഇൻഡസ്ട്രീസ് ഓഫ് മൈൻ ഈ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതാണ് വേറൊരിടത്ത് എന്തുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. റെയിൽവേസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെയിൽവേസ് ലോ വേജ് ഇൻഡെഞ്ചേർഡ് ലേബറിനെയാണ് ഇപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. എക്സാമ്പിളായിട്ട് ഇന്ത്യൻ കൂലീസിനൊക്കെ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, USA എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആഫ്രിക്കൻ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ത്യയിൽ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഏഷ്യൻ എക്സാമ്പിൾസ് ഉണ്ട്. സോ ഇങ്ങനെ എന്താണ് വൈഡ് റേഞ്ച് ഓഫ് എക്സാമ്പിൾസ് വരുമ്പോഴാണ് ഹൗ ഇറ്റ് ഇമ്പാക്റ്റഡ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്ന ആ ഒരു പാർട്ടും കൂടെ ഇമ്പാക്റ്റ് അഡ്രസ്സായി പോകത്തുള്ളൂ. ദെൻ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ട്രേഡ് എക്സ്പാൻഷൻ. റെയിൽവേസ് കണക്റ്റഡ് ഫാംസ് ടു പോർട്ട് എനേബിളിംഗ് മാസ് എക്സ്പോർട്സ്. ഓക്കെ, USA ഗ്രെയിൻസ് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. USA ഗ്രെയിൻസ് ഷിപ്ഡ് ഫ്രം മിഡ് വെസ്റ്റ് ടു ഈസ്റ്റ് കോസ്റ്റ് ഓഫ് യൂറോപ്പ് വിയ റെയിൽ. ഓക്കെ, ദെൻ നെഗറ്റീവ് കൊളോണിയൽ റിസോഴ്സ് ഡ്രെയിൻ സംഭവിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ എന്താണ്, ഇന്ത്യൻ കോട്ടൺ ഇവിടുന്ന് അതുപോലെ ജൂട്ടൊക്കെ പോർട്ടിലേക്ക് ഇവിടുന്നായിരുന്നു, റെയിൽവേ വഴിയായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം, നമ്മുടെ ഇൻഡിജീനിയസ് കൾട്ടിവേറ്റേഴ്സിന് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ കുറവായിരുന്നു. ഇറ്റ് വാസ് ദ കൊളോണിയൽ സിസ്റ്റം, അല്ലെങ്കിൽ കൊളോണിയൽ ആളുകൾക്കായിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിയിരുന്നത്, അതിൻ്റെ ലാഭം കിട്ടിയിരുന്നത്. ആൻഡ് ദേ എക്സ്പ്ലോയിറ്റഡ് ദ ഇന്ത്യൻ കൾട്ടിവേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ദ ഐറ്റംസ് ഫ്രം ഇന്ത്യ ടു ദ ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡിജിനസ് കൾട്ടിവേറ്റേഴ്സിന് ഭയങ്കര പ്രശ്നമായിരുന്നു അത്. അവർക്ക് ഭയങ്കര പ്രശ്നം ഇൻ ദ സെൻസ് അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് റിസോഴ്സ് ആക്സസ്. ചീപ്പ് കോൾ ആൻഡ് റോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ഫ്യൂവൽ ഫാക്ടറീസ്. ബ്രിട്ടീഷ് റെയിൽവേ ആക്സിലറേറ്റഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ. ദെൻ ഇവിടെ എന്താണ്, അവിടെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഡെപ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. കോളനീസ് ബോർ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വിയ ലോൺസ് ആൻഡ് ഡീപ്പനിങ് പോവർട്ടി. ഇപ്പോൾ ഈജിപ്ത് സൂയിൽ കനാൽ ഷീൽഡ് ടു പേവ് റെയിൽവേ ഡെപ്റ്റ്സ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ ഒരു റെയിൽവേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ടായിരുന്നു അതിൻ്റെ റിട്ടേൺസ് കൊടുത്തിരുന്നത്. അതായത് ബ്രിട്ടനിൽ റെയിൽവേയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ റിട്ടേൺസ് മോർ ദാൻ എന്താണ് നമ്മുടെ ആ ഷെയറിൻ്റെ റിട്ടേൺസ് എന്തായിരുന്നു, ഭയങ്കര ഹൈ ആയിരുന്നു ഫോർ ബ്രിട്ടൻ. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഈ സൂയിസ് കനാലിൻ്റെ ഈജിപ്ത് സോൾഡ് ചെയ്തിട്ടുണ്ട് ഫോർ റെയിൽവേ ഡെപ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അഗ്രികൾച്ചറൽ കമേഴ്സ്യലൈസേഷൻ എനേബിൾ ക്യാഷ് ക്രോപ്സ് ഓഫ് ഡിസ്റ്റൻറ്റ് മാർക്കറ്റ്. ഇന്ത്യൻ കോട്ടൺ ട്രാൻസ്പോർട്ടഡ് ടു ബോംബെ ഫ്രം എക്സ്പോർട്ട് ടു ബ്രിട്ടൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ ബോംബെയിലേക്കാണ് റെയിൽവേസുമായി ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്. ആഫ്റ്റർ ദാറ്റ് so that lead to commercialization of cotton industries in India. Okay, uneven region development ഉണ്ട്, like railway corridors enriched port cities neglecting interior. റെയിൽവേ എവിടെ കൂടെയാണോ റെയിൽവേ പോകുന്നത്, എവിടേക്കാണോ റെയിൽവേ ആക്സസ് ഉണ്ടായിരുന്നത് അവിടെ മാത്രമായിരുന്നു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ബ്രസീലിയൻ കോഫി, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ബ്രസീലിലെ കോഫി സോൺസ് ആക്സിലറേറ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ആമസോണിൻ്റെ ആ ഏരിയാസ് എന്ത് ചെയ്തു, സ്റ്റാഗ്നേറ്റ് ചെയ്തു. Then employment and ancillary industries created jobs in construction, steel and services. USA Transcontinental Railroad employed 20,000 plus workers. At the same time that thing led to distortion of local economies. Artisans പോലെയുള്ള ആളുകൾ
എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എക്കോണമി, ആ ഒരു ട്രഡീഷണൽ എക്കോണമി വാസ് ഡിസ്റ്റോർട്ടഡ്. ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ ഫ്ലഡഡ് ഇന്ത്യ വിയ ട്രെയിൽ ഡിസ്ട്രോയിങ് ഹാൻഡ്ലൂംസ്. ഓക്കെ, ദെൻ സോഷ്യോ എക്കണോമിക് എഫക്ട്സ് പറയുന്നുണ്ട്. ഞാനിവിടെ ഇന്ത്യയുടെ ഒരു ആസ്പെക്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു പാർട്ട് എന്ത് ചെയ്യുക, വളരെ ചുരുക്കിയിട്ട് വളരെ കുറഞ്ഞ പോയിന്റിൽ അത് അഡ്രസ്സ് ചെയ്തു എന്ന് മാത്രം കാണിച്ചുകൊണ്ട് ഒരു 2-3 പോയിന്റ് വെച്ചിട്ട് അങ്ങ് എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ is agricultural commercialization versus rural distress. Railways enabled Punjab's wheat to reach ports, boosting some farmers' income. അതേപോലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ചില ഫാമേഴ്സിൻ്റെ ഇൻകം കൂടുന്നതോടൊപ്പം സബ്സിസ്റ്റൻസ് ഫാമേഴ്സ് ഇൻ ടു ഡെപ്റ്റ്, എക്സ്പോർട്ടഡ് ഗ്രെയിൻസ് ഡ്യൂറിങ് ഫെമൈൻസ്, ഡീപ്പനിങ് അഗ്രേറിയൻ ഡിസ്ട്രസ്. അഗ്രേറിയൻ ഡിസ്ട്രസ്സിലും കാരണമായിട്ടുണ്ട്. കാരണം ഇവർ കൂടുതലും ഡെപ്റ്റിലേക്കൊക്കെ, കാരണം ലാൻഡ് റിഫോംസിൻ്റെ സമയത്തൊക്കെ ടാക്സ് അടക്കാനൊക്കെ ഡെപ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ദെൻ national integration and colonial exploitation. While railways unified distant regions like Bengal and Punjab, fostering cultural exchange, they primarily served നമ്മുടെ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ, ആ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി ഒക്കെ കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി പ്രൈമറിലി റെയിൽവേസ് ബ്രിട്ടീഷേഴ്സ് എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. അതായത് അവരുടെ ഗുഡ്സ് പോർട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പ്രൈമറിലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു റെയിൽവേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവരുടെ ഇതിൽ ഷെയർസും എന്തായിരുന്നു, ഭയങ്കര ഹൈലി പെയ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ലോ കോസ്റ്റിൽ ട്രാൻസ്പോർട്ടും നടക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പുറം അവിടെ നാഷണൽ ഐഡൻറ്റിറ്റിയും നാഷണൽ കൾച്ചറൽ എക്സ്ചേഞ്ചൊക്കെ നടക്കുന്നുണ്ട്. Then social mobility versus reinforced hierarchies. Railways enabled pilgrimage and labor migration, yet reinforced segregation by class, caste, displaced tribal communities like Sandas, depriving from their livelihoods. Okay, social mobility കൂട്ടിയിട്ടുണ്ട്. എങ്ങനെ, പിൽഗ്രിമേജ്, ലേബർ മൈഗ്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റീസ്, ക്ലാസ് ഐഡൻറ്റിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സന്താസ് വേർ deprived their livelihood and place. Okay, then urban growth versus regional imbalances. Urban growth ഉണ്ട്, at the same time there are some regions like rural urban divides ഉണ്ടായിട്ടുണ്ട്. ബോംബെ, കൽക്കത്ത, ചെന്നൈ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ there are some interior region that is not developed. Okay, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. Overall, railways boosted economic growth but often reinforced inequalities, favoring urban industrial central over റൂറൽ ഏരിയാസ്. ഇതിൻ്റെ മേജറായിട്ടുള്ള കാരണം അർബൻ റൂറൽ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിനായിരുന്നു അവർ ഇത് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് ബൂസ്റ്റഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദർ ലെഗസി വാരീസ് ബേസ്ഡ് ഓൺ കൊളോണിയൽ ഓർ ഇൻഡിജിനിയസ് ഡെവലപ്മെൻറ്റ് മോഡൽ. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് ഇതിൻ്റെ മേജറായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ആർക്കാണ് വന്നിട്ടുള്ളത്, കൊളോണിയൽ റീജിയൻസിനാണ്. കൊളോണിയലിസ്റ്റുകളല്ല, കൊളോണിയലൈസ്ഡ് ആയിട്ടുള്ള റീജിയൻ ലൈക്ക് ഇന്ത്യ, ആഫ്രിക്കൻ കൺട്രീസ്, ഇവരാണ് കൂടുതലും ഇതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത്. ബട്ട് കൊളോണിയൽ കോളനൈസേഴ്സ് അവർക്ക് ഇതുകൊണ്ട് ഒരുപാട് നല്ലതുകളാണ് വന്നിട്ടുള്ളത്. ലൈക്ക് അർബൻ ഗ്രോത്ത്, ചീപ്പ് റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ if the country is colonizer or if it is colonized. Okay, that's all for today. Thank you. Have a nice day.